ബൈ. നമ്മുടെ വീടിന്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. വീടിന്റെ 3 സൈഡും ഇതുപോലെ കാട് പിടിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ പുല്ലും കാടും ഒന്നും ഇല്ലാത്തുള്ളൂ. ബാക്കി 3 സൈഡും, അതായത് 2 സൈഡും ബാക്കിലും ആകെ പുല്ല് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കുന്ന ഒരു വീഡിയോ ആണെന്ന്. ഇവിടെ എത്ര നേരാക്കിയിട്ടും കാര്യമില്ല. പിന്നെ കട്ട വിരിച്ചാൽ പോലും കട്ടേന്റെ ഉള്ളിൽ കൂടെ പുല്ല് വരുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ മാത്രം പ്രത്യേകതയാണ് തോന്നുന്നത്. എത്ര നേരാക്കിയാലും പിന്നെയും പിന്നെയും പുല്ല് വരും. ഇത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഡെയിലി ഇറങ്ങി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇപ്പൊ നമുക്ക് എപ്പോഴും ഡെയിലി ചിലപ്പോൾ അതിന് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ പൊതുവേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങല്, ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഇടപഴകൽ കുറച്ച് കുറവാണ്. ഒക്കെ ഉള്ളിൽ തന്നെ സൗകര്യമുള്ള കാരണം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. അതുകൊണ്ടും കൂടെയാണ് ഇങ്ങനെ കാട് പിടിക്കുന്നത് വേഗം. മെറ്റല് നമ്മൾ ഇവിടെ വരെയാണ് കേട്ടോ മെറ്റൽ ഇട്ടിരിക്കുന്നത്. മെറ്റൽ ഇടാത്ത ഭാഗത്തെ അവസ്ഥ ഇതാണ്. ഈ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട്, ഞാൻ മുന്നേ ചെയ്ത ഡേ ഇൻ മൈ ലൈഫിലെ വീഡിയോയിലൊക്കെ കാണാം, ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. പുല്ല് വരുമ്പോഴേക്കും ആദ്യമൊക്കെ പറിച്ചിരുന്നു. ഇപ്പൊ പുല്ല് വന്നാല് ഓൺ ദ സ്പോട്ടിൽ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലൊക്കെ അവസ്ഥ തന്നെയാണ്. എല്ലാ വീട്ടിലും ഇതാണ്, എല്ലാ വീട്ടിലും ഭയങ്കരമായിട്ട് പുല്ല്. പിന്നെ അങ്ങനെ ഡെയിലി നോക്കുന്ന, വേറെ ചുറ്റുപാടൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവര് ഡെയിലി ഇറങ്ങി നോക്കുന്നവരാണ്. ഡെയിലി മുറ്റടിക്കുക, അങ്ങനെ വൃത്തിയാക്കുക, ചുറ്റുപാടും പരിസരവും വൃത്തിയാക്കുക. അങ്ങനെയുള്ള വീട്ടിൽ മാത്രമേ ചിലപ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവും. ബാക്കി എല്ലായിടത്തും ഇതുപോലെ പുല്ല് ഇങ്ങോട്ട് വന്ന് നിറഞ്ഞിട്ട്, ഈ സൈഡും ഇങ്ങനെയാണ്, ബാക്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അത്രയും പുല്ല. ചില പുല്ലുകളൊക്കെ കൈ കൊണ്ട് പറിച്ചാൽ വേഗം പോരുന്ന പുല്ലാട്ടോ. ചെറിയ ഇങ്ങനെ കുറ്റി കുറ്റി പുല്ലുകളൊക്കെയാണ് പറിച്ചാൽ അങ്ങോട്ട് പോരാത്തത്. പിന്നെ പ്രത്യേകിച്ച് മെറ്റലിലൊക്കെ വീണ പുല്ലാന്നുണ്ടെങ്കിൽ തീരെ, അല്ല മെറ്റലിലുണ്ടായ പുല്ലാന്നുണ്ടെങ്കിൽ തീരെ പറിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കൈയായിട്ട് ഇങ്ങനെ പിടിച്ചാലൊക്കെ പോരുന്ന പുല്ലുകളാണ്. പറിക്കാൻ വയ്യട്ടോ, ഞാനിങ്ങനെ ഇതായിട്ട് ശരിയാക്കി. പറിക്കാൻ പറ്റുന്ന പുല്ല് ഞാൻ പറിക്കാം. ഞങ്ങൾ അവിടെ ആ പറിക്കാൻ പറ്റാത്ത പുല്ലൊക്കെ കൊടുക്കും. ആദ്യം ഈ സൈഡ് ശരിയാക്കിയിട്ട് അപ്പുറത്ത് പോവാം. ഇതേ ഈ പുല്ലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇത് വേഗം പറിച്ചാൽ പോരുന്ന പുല്ലാണ് കേട്ടോ. ഇതണ്ട, ഇതിങ്ങോട്ട് കാട് പോലെ വലിയ കരിമ്പ് പോലെ ഇങ്ങോട്ട് പൊന്തി വരുന്ന ഒരു പുല്ലാണ് ഒരു തരം. പക്ഷെ ഇത് പറിച്ചാൽ വേഗം പോരും, അതുപോലെ തന്നെ വേഗം ഉണ്ടാവും ചെയ്യും കേട്ടോ. മഴയ്ക്കൊരു ശമനം തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രീ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാനും ഇല്ല. വീട്ടിലും തന്നെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഏട്ടനും തന്നെ, ഒന്നെങ്കിൽ ഏട്ടൻ എപ്പോഴും വർക്കിൻ്റെ തിരക്കായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാകും. ഇന്നിപ്പം എങ്ങോട്ടും പോകാനും ഇല്ല, ഏട്ടന് വർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഫ്രീ ആയപ്പോൾ എന്നാൽ ഏതായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. മഴക്കാലം വന്നാലാണ് ഇവിടെ കൂടുതൽ ഇങ്ങനെ പുല്ല് വരിക കേട്ടോ. വേനൽക്കാലത്തൊന്നും അത്ര അധികമില്ല. പിന്നെ അതുമല്ല ഉള്ളത് ഇങ്ങനെ കരിഞ്ഞു നിൽക്കും. മഴക്കാലം ആകുമ്പോൾ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത തരത്തിലാണ് കേട്ടോ പുല്ല് വളരുക. കുറച്ച് മുന്നേ വരെയൊക്കെ, അതായത് നമ്മൾ വന്ന ഒരു അവസരത്തിലും ഒരു വർഷത്തോടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കുമായിരുന്നു കേട്ടോ. പുല്ല് വരുമ്പോൾ പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എപ്പോഴും പുല്ല് വരുന്നത് ഒരു കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ പുല്ല് വന്നുകൊണ്ടിരിക്കുകയും അതിങ്ങനെ നന്നാക്കുക തന്നെ ഒരു പണിയായപ്പോൾ പിന്നെ ഭയങ്കര മടി പിടിച്ചിട്ടോ. ഇപ്പം പുല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇറങ്ങി മുറ്റം അടിച്ച് വാരിയാൽ തന്നെ ഒരു പക്ഷേ ഇങ്ങനെ കാട് പിടിക്കില്ലായിരിക്കും കേട്ടോ പുല്ല്. നമ്മളങ്ങനെ ഡെയിലി മുറ്റം അടിച്ച് വാരാറില്ല. ഞാൻ മുറ്റം മുഴുവൻ മെറ്റൽ ഇട്ടിരിക്കുകയാണ്, മെറ്റൽ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുറ്റം അങ്ങനെ അടിച്ച് വാരേണ്ട സ്ഥിതി വരാറില്ല മെറ്റൽ ആയതുകൊണ്ട്. പിന്നെ മെറ്റലിൽ അടിക്കാനും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ പറമ്പിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലോ ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വീഴുന്ന തരത്തിൽ, ഇലകൾ വീഴുന്ന തരത്തിൽ മരങ്ങളൊന്നുമില്ല. നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡ്, ഇപ്പുറത്തെ സൈഡ് റോഡാണ് കേട്ടോ. ഈ വീതിയിൽ ഇങ്ങനെ റോഡാണ്. ഇതുവരെ നമുക്ക് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ നേരാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചു വാരി കഴിയുമ്പോഴേക്കും മഴ പെയ്യാനും നല്ല സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പോൾ പെയ്യുന്നുള്ള മട്ടിലാണ് മഴ നിൽക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന മരുന്ന് അടിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടൊക്കെ ഇത് ഉണക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നിന്നു കേട്ടോ. പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം
അതൊന്നും പരീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാണ് ഇപ്പം ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടോ. അപ്പം അടിച്ച് മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ നമ്മൾ മുഴുവൻ പണി കഴിയുന്നതിന് മുൻപ് നമ്മൾ നേരാക്കുന്നത് നിർത്തി വെക്കേണ്ടി വന്നു കേട്ടോ. എന്നാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുല്ല് പറിച്ചിട്ട് ഇപ്പം ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഒരാഴ്ച അല്ല 10 ദിവസമായി. അപ്പോഴേക്ക് കണ്ട പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ, നല്ല പുല്ല് വലുതായി വരുന്നുണ്ട്. ഇതുണ്ടോ? ഇതുണ്ടോ ഇവിടെ? ഒക്കെ നമ്മൾ പുല്ല് ചെത്തി കോരിയതിന് ശേഷം കൈകൊണ്ടും കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്ന കുറ്റിയായിരുന്നു, കൈകൊണ്ടും കൂടെ നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് വേരുകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കിട്ടാത്ത വേരുകളൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതിൽ തന്നെ വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വീണ്ടും പുല്ല് മുളച്ച് തുടങ്ങും. ഇത് നമ്മളെ 1-2 ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അനാറില്ലേ, കഴിക്കാൻ വാങ്ങിക്കുന്ന അനാർ, ഊർമാമ്പഴം, പ്രൊമഗ്രാനൈറ്റ് എന്നൊക്കെ പറയും. അപ്പം അത് കഴിച്ചിട്ട് അതിൻ്റെ കുരു പാകിയിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പം അത് ഭയങ്കര സന്തോഷമായിട്ട്. പൂവാണ്, ആദ്യം പൂവായിട്ട് വിരിയും, പിന്നെ അത് പഴമായിട്ട് മാറും. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്, അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇത് ഇവിടെ നമ്മൾ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്ന് കരുതിയിട്ട് അതിനൊരവസരം കിട്ടിയിട്ടില്ല. ഒന്നാമത് എന്താ പറയുക, നമുക്ക് ബാക്കിലെ പറമ്പൊക്കെ നേരാക്കാനുണ്ട്. അവിടെ കുറച്ചും കൂടെ അധികം സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഓൾറെഡി ഉള്ള സ്ഥലത്തിനേക്കാളും കുറച്ചും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മതിൽ കെട്ടാനും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുഴിച്ച് മാറ്റി ഇടാമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. അപ്പം അത് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ ഇതിൽ ഒരെണ്ണം നമ്മൾ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരിക്കൽ അച്ഛൻ ഇങ്ങനെ ഇവിടെ പുല്ല് നന്നാക്കുന്ന സമയത്ത് പുല്ലാണ് എന്ന് കരുതിയിട്ട് വെട്ടിയിട്ടു കേട്ടോ ഇത്. എന്നിട്ട് പിന്നെ രണ്ടാമത് അതിൻ്റെ കുറ്റിയിൽ നിന്നും പിന്നെ ഉണ്ടായതായത് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ അത് അന്ന് പറിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതും കായ്ച്ചിട്ടുണ്ടാവണമായിരുന്നു, കുറച്ചും കൂടെ പൊക്കമൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ പുല്ലൊക്കെ പറിച്ച സമയത്ത് ഇത് എന്താണെന്നറിയാം, പുല്ലാണെന്ന് കരുതിയിട്ട് അച്ഛൻ കംപ്ലീറ്റ് വെട്ടിയതായിരുന്നു. പിന്നെ അതൊന്നും ഉണ്ടായതാണ്. അപ്പം അതുകൊണ്ട് ഇത് കായ്ച്ചിട്ടില്ല. ഇതുണ്ടത്, ഇതിൻ്റെ മേലേക്ക് മുട്ടാറായി. ഇതാ ഉറുമാമ്പഴമാണ്. ഇതിങ്ങനെ നേരെ നിർത്തി കഴിഞ്ഞാൽ മേലേക്ക് മുട്ടുന്ന തരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ, ഒരു സൈഡ് മാത്രമാണ് ഇപ്പം നേരാക്കിയിട്ടുള്ളത്. ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയി ഇരുന്ന്, വർക്കൊന്നും ഇല്ല, പുറത്തേക്ക് അങ്ങോട്ടും പോകാനില്ല, അപ്പം അങ്ങനെ ഇരുന്ന് ചെയ്തതാണ്. പക്ഷെ മുഴുവൻ സ്ഥലവും വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു. ഒരു ഭാഗം കഴിഞ്ഞിട്ട് ബാക്കിലും ആ സൈഡിലും ഒക്കെ വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു. ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഒരു സൈഡ് ചെയ്ത് മുഴുവനായി വന്നപ്പോഴേക്കും നല്ല ഇരുട്ടൂത്തി മഴയൊക്കെ വന്നിട്ട് മഴ പെയ്തു. അപ്പോൾ പിന്നെ ബാക്കി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു ദിവസം ഇതുപോലെ അവസരം കിട്ടുമ്പോൾ നമ്മൾ ആ ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.